നമസ്കാരം. ലേൺ വിത്ത് സുനീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 8ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് അതെന്താണെന്ന് നോക്കാം. അപ്പം സോളിഡ്സ് അതിന് മലയാളത്തിൽ ഘനരൂപങ്ങൾ എന്നാണ് പറയുന്നത്. മലയാളം മീഡിയംകാർക്ക് ഘനരൂപങ്ങൾ, ഇംഗ്ലീഷിൽ സോളിഡ്സ് അല്ലേ. അതിൽ തന്നെ പല സ്തൂപികകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ പിരമിഡ്സ് അല്ലെങ്കിൽ സ്തൂപികകൾ. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ്സ് അല്ലെങ്കിൽ സമചതുര സ്തൂപിക. അപ്പം അത് ഞാനിവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇതാണ് സമചതുര സ്തൂപിക അല്ലേ. അപ്പം അതിൻ്റെ ബേസ് കണ്ടോ, ബേസ് സമചതുരവും അതിൻ്റെ 4 സൈഡിലായിട്ട് 4 ത്രികോണങ്ങളുമാണ്. അത് സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ്. ശരിക്കും അത് പേപ്പർ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഷേപ്പിലാണ് വരുന്നത്. ഇങ്ങനെ നടുക്കൊരു സമചതുരം, എന്നിട്ട് അതിൻ്റെ 4 സൈഡിൽ ഈക്വൽ ആയിട്ടുള്ള 4 ത്രികോണങ്ങൾ അല്ലേ. ഇത് സമചതുരം. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണിത്. അതായത് ഇതെല്ലാം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ അർത്ഥം ഈ 2 സൈഡുകൾ ഒരേ അളവായിരിക്കണം. അങ്ങനെയുള്ള 4 ത്രികോണങ്ങൾ അത് എന്നിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഷേപ്പിൽ കിട്ടും. അതിന് ഒരു പൊതുവായ ഒരു ശീർഷം ഉണ്ടാവും. 4 കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും പൊതുവായ ഒരു ശീർഷം വരും. അതിന് പറയുന്നതാണ് ശീർഷം അല്ലെങ്കിൽ അപ്പെക്സ്. ശീർഷം അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്നു. അപ്പോൾ സമചതുര സ്തൂപികയുടെ ഓരോരോ പ്രത്യേകതകൾ നിങ്ങൾ നോക്കുക. ഇതിന്റെ ബേസ് സമചതുരമായിരിക്കും അല്ലേ. ബേസ് സമചതുരം. അതിന്റെ 4 സൈഡില്, സമചതുരങ്ങളുടെ 4 സൈഡില് ഈ സമചതുരത്തിന്റെ അതേ അളവായിരിക്കണം ഈ ത്രികോണത്തിന്റെ ബേസും ഈ സമചതുരത്തിന്റെ ഒരു വശവും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള 4 ത്രികോണങ്ങൾ 4 സൈഡിൽ വരും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ത്രികോണങ്ങൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കണം. അതായത് ഈ 2 വശങ്ങളും ഒരേ അളവുള്ളതായിരിക്കണം. എന്നിട്ട് അത് 4 കൂടെ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? സമചതുര സ്തൂപിക കിട്ടുന്നു. ഈ ഷേപ്പിൽ വരും അല്ലേ. ഇത് ഇങ്ങനെ ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ 4 ത്രികോണങ്ങളും ഒരു ബേസ് സമചതുരവും ഉണ്ട്. ഇത് ചേർന്ന് വരുമ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു ബിന്ദുവാണ്. ഈ ബിന്ദുവിലാണ് ഇത് 4 കൂടെ വന്ന് ചേരുന്നത്. ഇതിനെ നമ്മൾ സമചതുര സ്തൂപികയുടെ ശീർഷം അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിന്റെ ബേസ് എന്തായിരിക്കും? സമചതുരമായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതൊരു സമചതുരമാണ് ബേസ്. അതിന്റെ 4 സൈഡിൽ 4 ത്രികോണങ്ങളാണ്. അത് എങ്ങനെയുള്ള ത്രികോണങ്ങളാണ്? ഐസോസെലസ് ട്രയാങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ത്രികോണങ്ങളുടെ ഇതിന്റെ ഈ 2 വശം, ഇതിന്റെ ഇതെല്ലാം ഈക്വൽ ആയിരിക്കണം. ഇതിനാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ 2 വശങ്ങൾ തുല്യമാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത 4 ത്രികോണങ്ങളും ഒരേ അളവിലുള്ളതായതുകൊണ്ട് തന്നെ ഈ 8 സൈഡുകളും ഒരേ അളവായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി എല്ലാം 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇതിന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അക്ഷരങ്ങളും കുറച്ച് പേരുകളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് ഓരോന്നിനെ കുറിച്ച്. അപ്പം ഇതിന്റെ ബേസ് സമചതുരമാണെന്ന് പറഞ്ഞു. സമചതുരത്തിന്റെ ഒരു വശം, ഇതിനിപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ സമചതുര സ്തൂപികയ്ക്ക് 1, 2, 3, 4 പാദത്തിൽ തന്നെ 4 വശങ്ങളുണ്ട് അല്ലേ. 4 പാദവക്കുകൾ അല്ലെങ്കിൽ ബേസ് എഡ്ജ് എന്ന് പറയും. അപ്പം ഒരു സമചതുര സ്തൂപികയ്ക്ക് മൊത്തം എത്ര എഡ്ജ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം വരും. അപ്പം ഇതിന് 1, 2, 3, 4 ബേസ് എഡ്ജുകളുണ്ട്. അപ്പം ഒരു സമചതുര സ്തൂപികയ്ക്ക് ബേസ് എഡ്ജസ് അല്ലെങ്കിൽ പാദവക്ക് 4 എണ്ണം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് സമചതുരമല്ലേ. സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണമാണ് ഈ 4 എണ്ണം വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെരിഞ്ഞുള്ള ഇത് കണ്ടോ, അതായത് ഇത് ഈ 4 എണ്ണം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കൂട്ടിമുട്ടത്തില്ലേ. അപ്പൊ ഈ 2 സൈഡുകൾ കൂട്ടിമുട്ടുമ്പോൾ ഇങ്ങനെ ഒരു 4 എഡ്ജസ് കൂടെ വരും. ഇതിന് പറയുന്ന പാർശ്വവക്ക് എന്നാണ്. പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്. 4 എണ്ണം ഉണ്ട്. അപ്പം ഒരു സമചതുര സ്തൂപിക്ക് ആകെ എത്ര വക്കുകളുണ്ട് അത് ആദ്യമേ തന്നെ പഠിച്ചിരിക്കണം. സമചതുര സ്തൂപിയുടെ ആദ്യമേ മനസ്സിലാക്കേണ്ടത്
ബേസ് സമചതുരമാണ്. 4 സൈഡുകളിൽ വരുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇതെല്ലാം കൂടെ യോജിച്ച് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ പോയിന്റ് വരും. അതിന് ശീർഷം അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്നു. ഇനിയും മനസ്സിലാക്കേണ്ടതാണ്, ഈ സമചതുര സ്തൂപികയ്ക്ക് 8 വക്കുകളുണ്ട് അല്ലെ, 8 എഡ്ജസ് ഉണ്ട്. ബേസിൽ 4 എണ്ണം ഉണ്ട്, ഇങ്ങനെ സൈഡിലും 4 എണ്ണം ഉണ്ട്. ഈ ബേസിൽ ഇതിന് പറയുന്നതാണ് ബേസ് എഡ്ജ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിലാണെങ്കിൽ പാദ വക്ക് എന്ന് പറയുന്നു. പിന്നെ ഈ ചെരിഞ്ഞു വരുന്ന ഇതിന് പറയുന്നതാണ് ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ പാർശ്വവക്ക്. അങ്ങനെ മൊത്തം 8 വക്കുകളുണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വരും, നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര വക്കുകൾ ഉണ്ടെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇനിയും ഓരോന്നിനെയും ഓരോ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കും. നമ്മൾ കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ലെറ്റർ ഉണ്ട് ഓരോന്നിനും. അപ്പം പാദവക്ക് സമചതുരത്തിന്റെ നിങ്ങൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്. എന്താണ്? എ ആണ് അല്ലെ, ഒരു വശത്തിന്റെ നമ്മൾ എ സ്മോൾ ലെറ്റർ എ കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ബേസ് എഡ്ജ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് എ, സ്മോൾ ലെറ്റർ എ എന്ന അക്ഷരമാണ്. അതുപോലെ തന്നെ പാർശ്വവക്ക് ലാറ്ററൽ എഡ്ജ് അല്ലെങ്കിൽ പാർശ്വവക്കിന് നമ്മൾ ഇ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത്, സ്മോൾ ലെറ്റർ ഇ. അപ്പൊ 2 കാര്യങ്ങളായി. ഒരു സമചതുര സ്തൂപികയ്ക്ക് ആകെ 8 വക്കുകളുണ്ട് അല്ലെ. അതായത് 4 പാദവക്ക്, 4 പാർശ്വവക്ക്, 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജും, അങ്ങനെ ടോട്ടൽ 8 എഡ്ജസ് ഉണ്ട്. ആ 8 എഡ്ജസിന് നമ്മൾ ബേസ് എഡ്ജിന് എ എന്ന ലെറ്റർ കൊണ്ടും ലാറ്ററൽ എഡ്ജിനെ പാർശ്വവക്കിനെ ഇ എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കുന്നു. ഇപ്പൊ 2 അക്ഷരങ്ങളായി. ഇത് വെച്ചാണ് നമ്മൾ ഫോർമുല വരുന്നത്. ഇനിയുണ്ട് ഈ ഒരു സമചതുര സ്തൂപിക. ഈ സമചതുര സ്തൂപികയ്ക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അതായത് സമചതുര സ്തൂപിക എന്ന് പറയുമ്പം ഈ സമചതുരം ബേസ് വരും, ഇതെല്ലാം കൂടെ 4 സൈഡിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തെ അതിൻ്റെ ഒരു പൊക്കമില്ലേ. അതായത് ഈ അപ്പെക്സ് തൊട്ട് ഈ സമചതുരത്തിന്റെ ബേസ് സമചതുരമല്ല, അതിന്റെ സെന്റർ വരെയുള്ളതിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ അപ്പെക്സിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ, പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ലംബമാണ് അല്ലേ, ആ ലംബം വരയ്ക്കുമ്പോൾ അത് ഈ സമചതുരത്തിന്റെ 4 സൈഡിൽ നിന്നുള്ള പൊതുവായി ഈ സെന്ററിൽ വന്ന് കൂട്ടിമുട്ടും. അതിനെയാണ് ഈ സമചതുര സ്തൂപികയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഹൈറ്റിനെ എച്ച് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. എച്ച്, ഹൈറ്റ് എച്ച്. ഇപ്പം 3 അക്ഷരമായി അല്ലേ. ഒന്ന് പാദവക്ക് എ, പാർശ്വവക്ക് ഇ. സമചതുര സ്തൂപികയുടെ ഹൈറ്റ്, ഉന്നതി, ഉയരം, അതിനെ നമ്മൾ എച്ച് എന്നുള്ള ലെറ്റർ കൊണ്ട് പറഞ്ഞു. ഇനിയും ഒരു ഇതുകൂടെ. അതുപോലെ തന്നെ ഈ ത്രികോണത്തിന്റെ ഒരു ഉയരം അല്ലെങ്കിൽ ഉന്നതിയുണ്ട്. ത്രികോണത്തിന് ഈ 4 എണ്ണത്തിന്റെ ഈ ഉയരമില്ലേ, ഇതാണ് ഇതിന്റെ ഉയരം. അതായത് ഈ ത്രികോണത്തിന്റെ ഈ ശീർഷത്തിൽ നിന്ന് ഇതിന്റെ സെന്ററിലേക്കുള്ളത്, ഇതാണ് ഇതിന്റെ ഉയരം. ഇത് 4 ഒരുപോലെ ആയിരിക്കണം. ഇതിന് നമ്മളൊരു പേര് കൊടുക്കും. ഇത് സമചതുര സ്തൂപികയായി കഴിയുമ്പോഴത്തേനും ഇത് നേരെ അല്ല നിൽക്കുന്നത്. ഇതെന്തായാലും ഇങ്ങനെ സെന്ററിലേക്ക് ചെരിഞ്ഞല്ലേ വരേണ്ടത്. ഇങ്ങനെ നേരെ ചെരിച്ച് ഇതായാലേ ഇങ്ങനെ ഈ ഷേപ്പിൽ ഇത് കൂട്ടിമുട്ടത്തുള്ളൂ അല്ലേ. അപ്പം ഈ ത്രികോണങ്ങൾ 4ഉം കുറച്ച് ചെരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉയരത്തിനെ നമ്മൾ ചരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ സെന്ററിൽ നിന്ന് ഈ അപ്പെക്സിലേക്കുള്ള ദൂരം, ഇതാണ്. ഇത് എന്താണ് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റിലേക്ക് വരയ്ക്കും. ഇതിനെ നമ്മൾ ചെരിവുയരം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നാണ് പറയുന്നത്. ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ്. അതിനെ എൽ എന്ന അക്ഷരം കൊണ്ട്, ഐ അല്ല എൽ ആണ്, എൽ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ആണ് ഇതിനകത്തുനിന്ന് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു സമചതുര സ്തൂപിക, ഈ സ്തൂപികയ്ക്ക് 4 വശങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ പാദവക്ക് അല്ലെ. പാദവക്കിനെ നമ്മൾ എ എന്ന അക്ഷരമാണ് പറഞ്ഞത്, എ, പാദവക്ക് എ. അതുപോലെ തന്നെ പാർശ്വവക്കുകൾ 4 എണ്ണം ഉണ്ട്, അത് ഇ എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുന്നത്. പാദവക്ക് എ, പാർശ്വവക്ക് ഇ. അതുപോലെ തന്നെ ഈ സമചതുര സ്തൂപികയുടെ ഉയരം, അതായത് സമചതുര സ്തൂപികയുടെ അപ്പെക്സിൽ നിന്നും ഈ സമചതുരത്തിന്റെ സെന്ററിലേക്കുള്ള ദൂരം, അതായത് അപ്പെക്സിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലംബം വരയ്ക്കുമ്പോൾ കിട്ടുന്ന ദൂരം, അതാണ് ഈ എച്ച്. അത് ഹൈറ്റ് എച്ച് എന്ന് തന്നെ കൊടുക്കുന്നു.
പിന്നെ ഈ ത്രികോണത്തിന് ഒരു ഹൈറ്റ് ഉണ്ട്, രണ്ട് ഹൈറ്റ് കൂടെ എച്ച് എന്ന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ത്രികോണത്തിന്റെ ഹൈറ്റിന് നമ്മൾ പറയുന്നതാണ് ചെരിഞ്ഞല്ലേ വരുന്നത്. അതുകൊണ്ട് ചരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ്, അതിനെ ഇംഗ്ലീഷ് ലെറ്റർ എൽ എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 4 അക്ഷരങ്ങളായി. ബേസ് എ, പാർശ്വവക്ക് ഇ, സ്ലാൻഡ് ഹൈറ്റ് എൽ, ഹൈറ്റ് എച്ച്. ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സമചതുരമാണ് പാദം, അതിന്റെ 4 വക്കാണ് എ, പാദവക്ക്. പിന്നെ ഈ ഇത് ത്രികോണങ്ങൾ ചേർന്ന് വരുമ്പോൾ ഈ 2 ത്രികോണങ്ങൾ ചേരുമ്പോൾ ഇവിടെ ഒരു വക്ക് കിട്ടുന്നു, ഈ 2 ത്രികോണങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ, അങ്ങനെ 4 എണ്ണം വരും. അതിനെ പാർശ്വവക്ക് എന്ന് പറയുന്നത് ഇ എന്ന അക്ഷരം കൊണ്ട് ഉപയോഗിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. അതിനുശേഷം വരേണ്ടത് സ്തൂപികയുടെ ഹൈറ്റ്, അതിന് എച്ച് എന്ന് പറയുന്നു. പിന്നെ ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് അത് ചെരിഞ്ഞു വരുന്നതുകൊണ്ട് ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു. ഈ 4 അക്ഷരങ്ങളും ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഒന്നുമില്ല, 1-2 ഫോർമുല കാണാതെ പഠിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഓരോ വശങ്ങളും തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിക്കാനുണ്ട്. അത് ഓരോന്നും നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ 4 കേസ് പഠിച്ചു. ഒന്ന് ബേസ് എ, അതായത് ഇത് എ ആണ്, ഇങ്ങനെ ഈ 4 വശങ്ങൾ അതിന് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പാർശ്വവക്ക് 4 എണ്ണം ഉണ്ട്, അത് ഇ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് ഉയരം, അതായത് ഈ ത്രികോണത്തിന്റെ സെന്ററിൽ നിന്ന് ഈ അപ്പെക്സിലേക്കുള്ള ദൂരമാണ്. ത്രികോണത്തിന്റെ സെന്ററിൽ നിന്ന് ഈ ശീർഷത്തിലേക്കുള്ള ദൂരം, അത് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ്, അതിനെ എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പിന്നെ വൃത്തസ്തൂപികയുടെ ഉയരം, വൃത്തസ്തൂപിക നിലത്തുനിന്ന് ആ അപ്പെക്സ് വരെ എത്ര പൊക്കമുണ്ട്, ആ വൃത്തസ്തൂപികയ്ക്ക് എത്ര പൊക്കമുണ്ട്, അതാണ് അതിന്റെ ഉന്നതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 അക്ഷരങ്ങളായി അല്ലേ. ഇനിയും ഇവിടെ നോക്കി, ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. ഇതിപ്പോ ഒരു മട്ട ത്രികോണമായില്ലേ, അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ബേസിന്റെ സെന്ററിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടുന്നു അല്ലേ. ഇവിടെ എന്താണ്, ത്രികോണത്തിന്റെ സെന്ററിലേക്ക് നമ്മൾ അപ്പെക്സിൽ നിന്ന് വരയ്ക്കുമ്പോൾ ചെരിവ് ഉയരം അല്ലെങ്കിൽ എൽ എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ച് കഴിയുമ്പോൾ ഇതൊരു മട്ട ത്രികോണമാണ് അല്ലേ. ആ മട്ട ത്രികോണം ഇങ്ങനെ വരും. ഈ സൈഡിൽ എൽ ചെരിവ് ഉയരം, ഇത് എച്ച്, ഇത് എന്താണ് വരുന്നത്, ഫുള്ളാണ് എ അല്ലേ. മൊത്തം എ ഉണ്ട്, ഇത് ഇതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും, a/2 എന്ന് എടുക്കണം നമ്മൾ, എയുടെ പകുതി. അതായത് ബേസിന്റെ ടോട്ടൽ എ ആണ്. അപ്പം സെന്ററിൽ നിന്ന് ഒരു സൈഡ് വരെയാകുമ്പോൾ അതിന്റെ പകുതിയല്ലേ, അപ്പം a/2. അങ്ങനെ 3 അക്ഷരങ്ങളാണ് വരുന്നത് അല്ലെ. 3 കാര്യങ്ങൾ വന്നു ഈ മട്ടത്രികോണത്തിന്റെ. എന്താ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാ ഫോർമുല എഴുതുന്നത്? നോർമലി എന്താണ്, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അങ്ങനെയല്ലേ വരുന്നേ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പം എന്താണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്, ഇവിടെ കർണം എന്ന് പറയുന്നത് എന്താണ്, എൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് കർണം സ്ക്വയർ എന്നുള്ളിടത്ത് എന്തെടുക്കാം, എൽ സ്ക്വയർ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം ഇവിടെ എത്രയാണ്, ബേസ് എത്രയാണ്, a/2. a/2 സ്ക്വയർ പ്ലസ് ലംബം ആൾട്ടിറ്റ്യൂഡ് എത്ര ഇവിടെ വന്നിരിക്കുന്നത്, എച്ച് ആണ് അല്ലെ. അപ്പൊ എച്ച് സ്ക്വയർ എൽ സ്ക്വയർ. ഇപ്പൊ ഇതിനകത്തുനിന്ന് നമ്മളൊരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണം 90 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ കർണം എൽ അല്ലെ. ഈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ചെരിവ് ഉയരം എൽ. എൽ എന്ന അക്ഷരമാണ് ഇവിടെ വരുന്നത്. അതുപോലെ അതിന്റെ ഉയരത്തിന്റെ സ്ഥാനത്ത് എച്ച് ആണ് വരുന്നത്. ബേസ് ടോട്ടൽ എ ആണ്, അതിന്റെ പകുതി a/2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇതൊരു പൈതഗോറസ് തിയറം അനുസരിച്ചാണ് നമ്മൾ ഈ ഫോർമുല ചെയ്യാൻ പോകുന്നത്. കർണം ഈസ് ഈക്വൽ ടു, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ. അപ്പൊ കർണം ഇവിടെ എത്രയാണ്, എൽ ആണ്. അപ്പൊ കർണം സ്ക്വയർ എന്നുള്ളിടത്ത് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ദ ഹോൾ സ്ക്വയർ. പാദം a/2 ആണ്. അപ്പൊ പാദം സ്ക്വയർ എന്നുള്ളിടത്ത് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ലംബം എച്ച് ആണ്, എച്ച് സ്ക്വയർ അല്ലെ. ഇത് എൽ സ്ക്വയർ ആണ്. നമുക്ക് എൽ എന്ന് ആക്കുമ്പോൾ എന്ത് വരും, എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഫോർമുല. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഫോർമുലയാണിത്. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. പറയാൻ എളുപ്പം അതായിരിക്കും. എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ബേസിക് ഫോർമുല. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചു മറിച്ചും ഒക്കെ എഴുതാം. ഇവിടെ കർണമാണ് ഇതല്ലേ, പാദം കാണുന്ന എന്ത് ചെയ്താൽ മതി, കർണത്തിൽ നിന്ന് ലംബം കുറച്ചാൽ പോരെ. ഇപ്പൊ നമ്മൾ പാദം ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുവാണെങ്കിൽ എ ബൈ ടു ആവും. എ ബൈ ടു കാണാനാണ് എന്ത് വരും, റൂട്ട് ഓഫ് എൽ സ്ക്വയർ. എൽ ആണ് എപ്പോഴും ഏറ്റവും വലുത്, എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അല്ലേ. എൽ വലുതാണ്, കർണമാണ്, അപ്പൊ അതിൽ നിന്ന് കുറയ്ക്കണം. അതുപോലെ എച്ച് ആണെങ്കിലോ, എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് മൂന്നെണ്ണം. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു റിലേഷനോട് നോക്കാനുണ്ട് ഇതിനകത്ത്. ഇനി അടുത്തത് ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, അത് നോക്കിയേ. ഇത് അപ്പെക്സിൽ നിന്ന് ഈ ത്രികോണത്തിന്റെ സെന്ററിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ ഒരു മട്ട ത്രികോണം ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെയും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, 90 ഡിഗ്രി ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പം ഇത് നോക്കിയാൽ അത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇതാണ് ആ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഒരു സൈഡ് എല്, ഒരു സൈഡ് ഇ. ഇവിടെ എത്രയാണ്, ടോട്ടൽ എ ആണ്. അപ്പൊ ഇവിടെ എത്ര വരും, എ ബൈ ടു എന്ന് വരും അല്ലേ. അപ്പൊ അക്ഷരങ്ങൾ നോക്കിയാൽ ഇ എൽ എ ബൈ ടു ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്നു മട്ടത്രികോണം. മുമ്പ് വരച്ച പോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിയുടെ സൈഡിൽ എൽ ആണ് ഹൈറ്റ്, ബേസ് എ ബൈ ടു. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഇ ആണ്, അതാണ് എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ നോക്കി 90. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ടൊരു മട്ടത്രികോണം പോലെ തോന്നും, അങ്ങനെയല്ല. ഇതാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പൊ ഈ 90 ഡിഗ്രിക്ക് എതിരെ വരുന്നത് ഇ ആണ്, അതാണ് എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. കാരണം അപ്പൊ ഇവിടെ എന്താണ്, ഹൈറ്റ് എന്നുള്ളിടത്ത് എല് വരുന്നു അല്ലെ. ഈ മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളില്ലേ, കർണം, പാദം, ലംബം. അതില് ലംബം എന്നുള്ളിടത്ത് എൽ ആണ് വരുന്നത്, പാദം എ ബൈ ടു, കർണം ഇ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഫോർമുല ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. കർണം എന്താണ്, ഇ ആണ്. കർണം സ്ക്വയർ എന്നുള്ളിടത്ത് ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു, പാദം എത്രയാണ്, എ ബൈ ടു ആണ്. പാദം എ ബൈ ടു. അപ്പോൾ പാദം സ്ക്വയർ എന്നുള്ളത് എ ബൈ ടു സ്ക്വയർ പ്ലസ് ലംബം എൽ, എൽ സ്ക്വയർ അല്ലേ. അപ്പം ഫോർമുല ആയി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. നമുക്ക് ഇ ആണ് വേണ്ടത്. ഇ ഈസ് ഈക്വൽ ടു, ഇതിന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ ഇതിന് ഈ സ്ക്വയറിന് ഇ ആകുമ്പോൾ റൂട്ട് കാണണം. റൂട്ട് ഓഫ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നാണ് ഫോർമുല. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. ഇ കാണാനുള്ള വാക്യമാണ് ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളത്, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് കർണമാണ് ഇ അല്ലെ. കർണം കാണാൻ നമ്മൾ ചെയ്യുന്ന എന്താണ്, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം ഇവിടെ എ ബൈ ടു ആണ്, ലംബം എൽ ആണ്. അപ്പോൾ കർണം ഇ ഈസ് ഈക്വൽ ടു എ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് നേരെ മുമ്പ് എഴുതിയ പോലെ തിരിച്ചെഴുതാം. എ ബൈ ടു കാണണേല് എ ബൈ ടു എന്നുള്ളത് പാദമാണ് അല്ലേ, പാദമാണ്. പാദം കാണുന്നുള്ള വാക്യം എന്താണ്, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം എന്താണ്, ഇ ആണ്. അപ്പൊ റൂട്ട് ഓഫ് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ, എ ബൈ ടു. അപ്പൊ എ ബൈ ടു ആണ് കിട്ടുന്നത്. നമുക്കത് അന്നേരം നോക്കാം. എ കാണുന്നതിൽ ആ കിട്ടുന്ന ഉത്തരത്തിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. അപ്പം ഇനി അടുത്തത് എൽ ആണ്. എൽ കാണാനുള്ള വാക്യം എന്താണ്, എൽ ഇവിടെ എന്താണ്, ലംബമാണ്. ലംബം കാണുന്നുള്ള വാക്യം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. കർണം ഇവിടെ ഇ ആണ്. അപ്പം ഇ സ്ക്വയർ മൈനസ് പാദം ആണ് എ ബൈ ടു, എ ബൈ ടു ദ ഹോൾ സ്ക്വയർ, ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ 3 വാക്യം. ഇത് ഒരെണ്ണം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തത്തിന്റെ ആവശ്യമില്ല, അത് ഇത്ര ഒരു പിക്ചറിന്റെ ആവശ്യമുള്ളൂ. കണ്ടോ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഇ ആണ്. ഈ ത്രികോണത്തിന്റെ സെന്ററിലേക്കുള്ളത് എല്, പാദം എ, ഇത് എച്ച് അല്ലെ. അപ്പോൾ ആദ്യമേ വരച്ച മട്ടത്രികോണം ഇങ്ങോട്ടായിരുന്നു, ഇങ്ങനെ ഒരു മട്ടത്രികോണമായിരുന്നു. അപ്പം ആ മട്ടത്രികോണം വരുമ്പോഴത്തേക്കും ഹൈറ്റ് ലംബമായിട്ട് വരുന്നു, ഈ എല് കർണമായിട്ട് വരും, എ ബൈ ടു എന്നുള്ള പാദമായിട്ട് വരുന്നു. ഇപ്പം ചെയ്തത് ഇതാണ് ത്രികോണം, ഇങ്ങനെ ഒരു ത്രികോണം അല്ലെ. അപ്പൊ ഇവിടാണ് റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പം
എന്താണ് ഹൈറ്റ് അല്ലെങ്കിൽ ലംബം എന്നുള്ളിടത്ത് L, പാദം A/2, കർണം E. ഇങ്ങനെ ഈ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കി ഉപരിതല വിസ്തീർണം കാണാൻ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ആണ്. ഇനി നമുക്ക് സമചതുര സ്തൂപികയുടെ നമ്മൾ വശങ്ങളുടെ എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ചല്ലേ. ഇനി ഇതിനകത്ത് ഒരു സമചതുര സ്തൂപികയുടെ കുറച്ച് പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നോ അല്ലെങ്കിൽ ഒരു സമചതുര സ്തൂപിക നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനൊരു 5 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓരോ പോയിന്റും വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എൻ്റെ ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ബേസ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കണം. രണ്ടാമത്തേത് ഈ 4 ത്രികോണങ്ങൾ വരണം, സൈഡിലെ 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കണം. അതെല്ലാം ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കണം അല്ലേ. ഇനിയും മൂന്നാമത്തെ ഒരു പോയിന്റ്, ഈ ത്രികോണമില്ലേ, ഈ ത്രികോണത്തിന്റെ ബേസും ഈ സമചതുരത്തിന്റെ ഒരു വശവും ഒരേ അളവായിരിക്കണം. ഇത് ചെറുതായി പോയാൽ ഇതൊന്നും തമ്മിൽ എല്ലായിടവും കൂട്ടിമുട്ടത്തില്ല. അപ്പം ഇതിന്റെ ബേസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ത്രികോണവും നിങ്ങൾ വേറെ വേറെ അല്ലേ കട്ട് ചെയ്തുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒന്നിച്ചല്ലല്ലോ. അപ്പം വേറെ വേറെ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ സമചതുരം ഉണ്ടാക്കുന്നു. സമചതുരത്തിന്റെ ബേസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ത്രികോണവും 5 തന്നെ ആയിരിക്കണം അല്ലേ. എന്നാൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല. അതായത് സമചതുരത്തിന്റെ ഒരു വശവും ഈ ത്രികോണത്തിന്റെ ബേസും ഒരേ അളവായിരിക്കണം. ഇപ്പൊ 3 പോയിന്റ് ആയി അല്ലേ. ഇനിയത്തേതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ഈ 2 വശങ്ങളിൽ, ഈ ത്രികോണത്തിന്റെ 2 വശങ്ങൾ, ഈ ഐസോസെലസ് ആണെന്ന് പറയില്ല, ഈ ഒരുപോലുള്ള 2 വശങ്ങൾ, അതിന്റെ നീളത്തിനെ ബേസ് ചെയ്തൊരു കണ്ടീഷനാണ് അടുത്ത് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു സമചതുരമാണ്. സമചതുരത്തിൽ ഈ ക്രോസ് ടു ക്രോസ് വരച്ചാൽ അതിന് എന്താണ് പറയുന്നത്? ഡയഗണൽ അല്ലെങ്കിൽ വികർണം എന്ന് പറയും അല്ലേ. വികർണം എന്നാണ് പറയുന്നത്. ഈ ഒരെണ്ണം ഇങ്ങനെ ഇതൊരു വികർണം, ഇത് രണ്ടാമത്തെ വികരണം അല്ലേ. അപ്പോൾ ഈ ഡയഗണൽ അല്ലെങ്കിൽ വികർണം, ഈ സമചതുരത്തിന്റെ വികരണത്തിന്റെ പകുതി അത് എത്രയാണോ ആ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം ഈ 2 വശങ്ങളുടെ നീളം. മനസ്സിലായി? അതായത് ഇപ്പം ഈ വികരണം ഒരു 10 ആണെന്ന് വെച്ചോ, 10 വികരണം 10 ആണ്. അതിന്റെ പകുതി എത്രയാണ്? 10/2 5 എന്ന് വരും അല്ലേ. അപ്പം നമ്മളുടെ ഈ ത്രികോണം എടുക്കുമ്പോൾ ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളും ഈ 5 സെന്റിമീറ്റർ കൂടുതലായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോഴത്തേക്ക് കൂട്ടിമുട്ടത്തില്ല. അതായത് ഇങ്ങനെ ഇവിടെ അല്ലേ, ഇങ്ങനെ വരികയല്ലേ, ഇതല്ലേ ഒരു വികരണത്തിന്റെ പകുതി എന്ന് പറയുന്നത്. ഈ പകുതിയേക്കാൾ കൂടുതലില്ലെങ്കിൽ അതിനൊരു പൊക്കം വരത്തില്ല. അത് അവിടെ മുട്ടിക്കിടക്കത്തേ ഉള്ളൂ, നിലത്ത് മുട്ടി നിൽക്കത്തേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലേ ഈ ത്രികോണത്തിന്റെ ഈ ശീർഷം ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി നിൽക്കുകയുള്ളൂ. മനസ്സിലായോ? അതായത് വികരണം ഇപ്പോൾ എത്ര ആണോ ആ വികരണത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അത് ഒരു പിരമിഡ് ഷേപ്പിൽ പൊങ്ങി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ആ വികരണത്തിന് ആ സമചതുരത്തിൽ തന്നെ ടച്ച് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ നിങ്ങൾ ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇതിന്റെ ത്രികോണത്തിന്റെ ഈ 2 വശങ്ങൾ ഈക്വൽ ആയിട്ട് വരുന്ന 2 വശങ്ങളുടെ നീളം വികരണത്തിന്റെ പകുതിയേക്കാൾ കൂടുതൽ ആയിരിക്കണം. ഇനിയും ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ ത്രികോണത്തിന്റെ ഉയരമില്ലേ, ത്രികോണത്തിന്റെ നീളം, ഇത് ഉയരം, ഉന്നതി. ഈ ത്രികോണത്തിന്റെ ഉന്നതി എന്ന് പറയുന്നത് ഈ സമചതുരത്തിന്റെ ബേസ് എത്രയാണോ അതിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ സമചതുരത്തിന്റെ ബേസ് 10 വെച്ചോ, അപ്പൊ അതിന്റെ പകുതി 5 അല്ലേ. അപ്പം ഈ നീളവും 5നേക്കാൾ കൂടുതലായിരിക്കണം. ത്രികോണത്തിന്റെ നീളം അല്ലെങ്കിൽ ഈ ഉയരം ഈ ബേസിന്റെ പകുതിയേക്കാൾ കൂടുതൽ ആയിരിക്കണം. 5 പോയിന്റ് ആയി. ഒന്നുകൂടെ പറയാം. സമചതുരമായിരിക്കണം ബേസ്. ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇതിന്റെ ബേസ് എന്താണ്? പാദം സമചതുരാകൃതിയിൽ ആയിരിക്കണം. രണ്ടാമത്തേത് സൈഡിൽ വരുന്ന 4 ത്രികോണങ്ങൾ, 4 ട്രയാങ്കിളും ഒരേ അളവുള്ളതായിരിക്കണം അല്ലേ. പിന്നെ ഒരേ അളവ് മാത്രം വരാ, അത് ഐസോസെലസ് ട്രയാങ്കിളും ആയിരിക്കണം. അതായത് ഈ 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കണം. അതായത് ഇങ്ങനെ ഒരെണ്ണം എങ്ങനെയൊന്നും ആയാൽ ശരിയാവത്തില്ല. രണ്ടും ഒരേ ആംഗിളിലായിരിക്കണം, ഐസോസെലസ് ആയിരിക്കണം. ഇപ്പോൾ 3 പോയിന്റ് ആയി. നാലാമത്തേത് ഈ ഐസോസെലസ് പറഞ്ഞ ഈ 2 വശങ്ങൾ അതിന്റെ നീളം എന്ന് പറയുന്നത് ബേസിന്റെ വികരണത്തിനേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ അത് പൊങ്ങി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇതേ ചേർന്ന് സമചതുരത്തിൽ ടച്ച് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ നീളം എന്ന് പറയുന്നത് ബേസിന്റെ പകുതിയേക്കാൾ കൂടുതൽ ആയിരിക്കണം. ഇങ്ങനെ 5 കാര്യങ്ങളുണ്ട്. ഈ 5ഉം നമ്മൾ അനുസരിച്ചാൽ മാത്രമേ നമുക്കൊരു
സമചതുര സ്തൂപിക നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.